ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പച്ചക്കായയും വൻപയറും കൊണ്ട് ഒരു തോരൻ വയ്ക്കാം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതുണ്ട്, കുതിർത്ത് വെച്ചതാണ് ഈ വൻപയറ്. ഇത് നമ്മൾ രാവിലെയാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കാൻ പോകുമ്പോൾ വെള്ളത്തിലിട്ടിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേനും നല്ല കുതിർന്നിട്ടുണ്ടാകും. അതല്ല ഉച്ചയ്ക്കൊക്കെ വെക്കുന്നതെങ്കിൽ രാവിലെ എണീച്ച ഉടനെ അത് വെള്ളത്തിലിട്ടാലും മതി. എന്തായാലും ഒരു 2-3 മണിക്കൂറൊക്കെ വെള്ളത്തിലിടുവാണെങ്കിൽ എളുപ്പം വെന്ത് കിട്ടും. അപ്പോൾ ഇതൊരു 100 ഗ്രാമാണ് ഞാൻ ഇട്ടത്. പക്ഷെ കുതിർന്നപ്പോൾ ഇത്രയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് പച്ച നേന്ത്രക്കായാണ്. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ ഉപ്പേരിക്കോ ഒക്കെ അരിയില്ലേ, ആ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ അരിഞ്ഞു. എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിടണം. ഇതിനൊരു കറയുണ്ടല്ലോ, പച്ചക്കായ്ക്കൊരു കറയുണ്ടല്ലോ, ആ കറ പോയി കിട്ടാനാണ്. നമുക്ക് നമ്മുടെ പയറും കുക്കറിലേക്ക് ഇടാം. ഒപ്പം തന്നെ നമ്മുടെ പച്ചക്കായ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് വേകാൻ പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, നമ്മൾ ഉപ്പേരി വെക്കുമ്പോൾ ഒരുപാട് വെള്ളം വേണ്ട. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 2 വിസിൽ വന്നോട്ടെ. പയറൊക്കെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചാലോ. ഇതിപ്പോൾ ഒരു മുറി തേങ്ങ ഇച്ചിരി കൂടെ കൂടുതലുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ തേങ്ങ ഇടുന്നതിന് കുഴപ്പമില്ല, തേങ്ങ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. പിന്നെ അതിലേക്കൊരു 3 പച്ചമുളക്, അത് അവരവരുടെ എരിവിന് ആവശ്യമായിട്ട് വേണമെങ്കിൽ ഇടാം. പിന്നെ ഒരു കഷ്ണം ഇച്ചിരി വലിയ വെള്ളുള്ളിയാണ്, അപ്പോൾ ഞാൻ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചതയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, അതിലേക്കൊരു ലേശം കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് ചതയ്ക്കുകയാണെങ്കിലുണ്ടല്ലോ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ്. വലിയ ജീരകം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ ചതയുമ്പോൾ ജീരകം ചതയില്ല. അപ്പം നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇടുന്നത്. അങ്ങനെ നമുക്ക് ഒഴിവുള്ളപ്പോൾ ഇച്ചിരി കഴുകി ഉണക്കിയൊക്കെ ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കി ഇച്ചിരിയൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചാൽ ഇതുപോലൊക്കെ നമുക്ക് വേഗം ഇട്ട് കൊടുക്കാം. പക്ഷേ നമ്മൾ ചൂടാക്കണ്ട, അടുപ്പിൽ വെച്ച് ചൂടാക്കല്ലേ. അടുപ്പിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ അത് പൊടിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് മാറും. നമ്മൾ വെയിലത്ത് വെച്ച് തന്നെ ഉണക്കി പൊടിക്കണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ആദ്യം തന്നെ ഒന്ന് വറവിടാം. അപ്പോൾ നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഇച്ചിരി കൊച്ചുള്ളി, കറിവേപ്പില, ചുവന്നമുളകും കൂടി ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് വഴറ്റുന്നത്. ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് പോകട്ടെ. നമുക്കത് വരെ അതൊന്ന് വഴറ്റി കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഈ പയറും വാഴയ്ക്കൊക്കെ നമ്മൾ ആദ്യം തന്നെ വെക്കുമ്പോൾ ഇങ്ങനെ അരപ്പ് ചതച്ചിട്ട് അങ്ങനെയും വെക്കാം. നമുക്ക് നമ്മുടെ പയർ വെന്തതും വാഴയ്ക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇത് നന്നായിട്ടൊന്ന്, ഇതിലൊരു അല്പം വെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ. നമ്മുടെ ഉപ്പേരിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാവേ. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഊണിന് നമുക്കിതുപോലൊരു തോരനും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങളൊക്കെ ഇങ്ങനെയും കൂടെ ഒക്കെ ഒന്ന് വെച്ച് നോക്കണേ, നല്ല സ്വാദിഷ്ടമാണ്. ഇത് മാത്രം ഉണ്ടായാലും നമുക്ക് കഴിക്കാം. പിന്നെ പ്രത്യേകിച്ചൊരു മീൻ കൂട്ടാനും കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു ഉപ്പേരി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ.